നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എമിലിയാനോ മാർട്ടിനസ് കഴിഞ്ഞ സീസണിന് മുമ്പ് തന്നെ ആസ്റ്റൺ വില്ല വിടാൻ ഒരുങ്ങിയതാണ്. ഈ 2025-26 സീസണല്ല, 24-25 സീസൺ കഴിഞ്ഞ ഉടനെ ആരാധകരോട് വിട പറഞ്ഞതൊക്കെയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ആസ്റ്റൺ വില്ല വിടാൻ പറ്റിയില്ല. അവസാന നിമിഷം വരെ യുണൈറ്റഡിലേക്ക് ചേക്കേറാൻ പറ്റിയേക്കുന്ന പ്രതീക്ഷയോടെ നിന്നു. പിന്നെ വിട പറഞ്ഞിടത്ത് തന്നെ അങ്ങ് കളി തുടരേണ്ടി വന്നു കഴിഞ്ഞ സീസണിൽ. ഏതായാലും മോശമല്ലാത്ത പ്രകടനമൊക്കെ നടത്തി അദ്ദേഹം നിന്നു. ഇപ്പോൾ അദ്ദേഹത്തിനായിട്ട് യൂറോപ്യൻ വമ്പന്മാർ രംഗത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ ടീമായിട്ടുള്ള യുവൻറ്റസ് എമിലിയാനോ മാർട്ടിനസിനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നു എന്ന് കൺഫേം ചെയ്തു പറയുന്നു ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോ. ടോക്സ് ഹാവ് സ്റ്റാർട്ടഡ് ടു ആസ്ക് അബൌട്ട് പ്രൈസ് ആൻഡ് കോൺട്രാക്ട് ഡീറ്റെയിൽസ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രൈസ് എത്രയാണ്, അതുപോലെ കോൺട്രാക്ട് ഡീറ്റെയിൽസ് അവർ ചോദിച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ യുവൻറ്റസ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാലറി ഹൈ ആണ്, പക്ഷേ യുവൻറ്റസ് ഈ ഒരു മൂവ് നടത്താനുള്ള നീക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് ഫബ്രീസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നു. നമുക്കറിയാം, ആഴ്സണലിലാണ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ ആദ്യം ഉണ്ടായിരുന്നത് എമി മാർട്ടിനസ്. അതിനുശേഷമാണ് ആസ്റ്റൺ വില്ലയിലേക്ക് ചേക്കേറിയത്. അവിടെ മികച്ച പ്രകടനം നടത്തി. അങ്ങനെ നല്ല രൂപത്തിൽ അവിടെ നിന്ന് ഇനി വിട പറയാനുള്ളൊരു അവസരമാണ് അദ്ദേഹത്തിന് കൈവരുന്നത്. പക്ഷേ ഈ നീക്കത്തിന് പുറകെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആലിസൺ ബെക്കറെ സ്വന്തമാക്കാനാണ് യുവൻറ്റസ് ആഗ്രഹിച്ചത്. അതിനു വേണ്ടിയിട്ട് നല്ല നീക്കങ്ങൾ നടത്തി. നമ്മളത് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഫബ്രീസിയോ സ്ഥിരീകരിച്ച് പറഞ്ഞ കാര്യമാണ്. പക്ഷേ ആലിസന് താല്പര്യമുണ്ടായിരുന്നു യുവൻറ്റസിലേക്ക് പോകാൻ. പക്ഷേ ലിവർപൂൾ ആലിസനുമായിട്ട് സംസാരിച്ച് ഒരു വർഷത്തേക്ക് കൂടി അദ്ദേഹത്തെ അവിടെ വേണം എന്ന് അവരവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആലിസന് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ എന്നാ വേണ്ട, രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ എന്ന രൂപത്തിൽ എമിലിയാനോ മാർട്ടിനസിലേക്ക് യുവൻറ്റസ് മാറിയിരിക്കുകയാണ്. എമി പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി. ഇത് വേൾഡ് കപ്പിനിടയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൂടി ഇവിടെ നടക്കുന്നുണ്ടെന്നേ. അതായത് ട്രാൻസ്ഫർ മാർക്കറ്റും വളരെ സജീവമാണ്. ഇന്നല്ലേ നമ്മൾ കാത്തിരിക്കുന്ന വലിയ ബോംബ് പൊട്ടാൻ പോകുന്നത്. അതായത് ഫ്ലോറന്റിനോ പെരസ് പറഞ്ഞ 150 മില്യൺ യൂറോയുടെ ആ ഒരു ബിഡ് ഇന്നാണ് റയൽ മാഡ്രിഡ് കൊടുക്കാൻ പോകുന്നത്. അത് ഏത് താരത്തിനായിരിക്കും? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.